ഒരു മാസത്തോളം നീണ്ടുനിന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വിധിയെഴുത്ത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ്. മണ്ഡലം കോൺഗ്രസ് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിധി തിരുത്തിക്കുറിക്കാനുള്ള പോരാട്ടത്തിലാണ് CPM-ഉം BJP-യും. മെട്രോമാൻ ഇ ശ്രീധരന് കഴിഞ്ഞ തവണ വഴുതിപ്പോയ വിജയം കൈപ്പിടിയിലൊതുക്കാനാണ് പാലക്കാട് നിന്നുള്ള കൃഷ്ണകുമാറിനെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഷാഫിയുടെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയം ഉറപ്പെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. അതേസമയം ഷാഫി പറമ്പിൽ നേടിയ മണ്ഡലം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് വിട്ടെത്തിയ സരിനിലൂടെ ഇതുവരെയുള്ള പരാജയം മറികടക്കാനാണ് CPM ശ്രമിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിലെ പ്രചാരണകാലം വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിറഞ്ഞതായിരുന്നു. നേതാക്കളുടെ മുന്നണി മാറ്റവും കള്ളപ്പണ ആരോപണവും വ്യാജ വോട്ടും ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ ചർച്ചയായപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറി. KPM റെസിഡൻസിയിലെ പാതിര റെയ്ഡാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദത്തിന് വഴിവെച്ചത്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നാലെ P സരിൻ പാർട്ടി വിട്ടതും ഇടത് സ്ഥാനാർത്ഥിയായതും C കൃഷ്ണകുമാറുമായി ഇടഞ്ഞ് BJP നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതും പ്രചരണകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരുന്നു. 1,94,706 വോട്ടർമാരാണ് നാളെ വിധിയെഴുതുന്നത്. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പുലർച്ചെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഓടിത്തളർന്നിരിക്കുകയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചരണ ദിവസത്തിലും 3 സ്ഥാനാർത്ഥികളും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലിനായിരുന്നു പ്രഥമ പരിഗണന നൽകിയിരുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. മൈജിവേഴ്സറി, മൈജിക്ക് ജന്മദിനാഘോഷം, നാടിന് ഷോപ്പിംഗ് ആഘോഷം. കേരളം ഇന്ന് വരെ കാണാത്ത 19 ഇടിവെട്ട് ഓഫറുകൾ, കൂടാതെ 75% വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ, ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ്. മൈജി ആനിവേഴ്സറി സെയിൽ November 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.